ഈ പലപ്പോഴും ഈ ട്രെയിനിങ് എന്ന് കേൾക്കുമ്പോൾ പല കമ്പനികളിലെ സ്റ്റാഫിന് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്യുക. ഇപ്പൊ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4:30 വരെ 5 മണി വരെ അവർ ആ ഒരു സെഷനിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് പ്രോസസ് ആയിരിക്കും. ഈവൺ ഒരു പണിഷ്മെന്റ് ആയിട്ട് പോലും കാണുന്ന ആളുകളുണ്ട്. അപ്പം അതേപോലെ തന്നെ ഒരുപാട് നോളജ് ഷെയറിങ്ങും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് അവർ എത്രത്തോളം ഉള്ളിലേക്ക് എടുക്കുന്നു എന്നുള്ളത് വളരെ കുറവായിരിക്കും. അതൊരു കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്നത് പോലെ പലപ്പോഴും ആയി പോകാറുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ പ്രത്യേകത, ഇപ്പോൾ ഞാനുള്ളത് കൊച്ചിയിലെ നിഹാര റിസോർട്ടിലാണ്. അപ്പം സാധാരണ ഒരു ബോറിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ നിന്ന് മാറിയിട്ട് ഒരു എക്സ്പീരിയൻഷ്യൽ ആയിട്ട് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുക. അത് ഇതുപോലത്തെ ഫെസിലിറ്റി എല്ലായ്പ്പോഴും ഉണ്ടാവണോ എന്നില്ല. നമുക്ക് ഏത് ഫെസിലിറ്റി ആയിട്ടും ഡിസൈൻ ചെയ്യാം. ചിലപ്പോൾ അത് ഇൻഡോർ പ്രോസസ് ആയിട്ട് ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു നമ്മുടെ യൂഷ്വൽ ട്രെയിനിങ് ഹാളിൽ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ തന്നെയുള്ള ഔട്ട്ഡോറിൽ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലുള്ള വെന്യൂസിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ആ ടീമിനനുസരിച്ച്, ആ ഒബ്ജക്റ്റീവിനനുസരിച്ച് എന്താണോ, എന്ത് ലക്ഷ്യമാണ് അത്, ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആവാം, സെയിൽസ് ആവാം, അങ്ങനെ ഏത് മേഖലയിലാണോ ഡെവലപ്മെന്റ് വേണം അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് ഫൺ ഫിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള, എന്നാൽ സാധാരണ ട്രെയിനിങ്ങിൽ ഈ ട്രെയിനർ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിലപ്പുറം ഈ പാർട്ടിസിപ്പൻസ് തന്നെയാണ് അവരോട് തന്നെയാണ് കോൺട്രാക്ട് വെക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആ നോളജ് ഉണ്ടാകുന്നത്. ആ ഒരു രീതിയിലുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. ശരിക്കും ഒരു റിഫ്രഷിങ് ആൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെ നമ്മൾ ചെയ്യുന്നത്.